നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ജിസ്മോളുടെ വിഷയം തന്നെയാണ്. കാരണം ജിസ്മോളുടെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ നടത്തിയ ഒരു പോലീസ് മാർച്ച് ഉണ്ടായിരുന്നു. ധാരാളം ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ച് സോണി എന്താ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇപ്പം ജിസ്മോളുടെ ആക്ഷൻ കൗൺസിൽ നടക്കുന്ന വെറും വൺ മാൻ ഷോയാണ്. പല പ്രമുഖരെയും അകറ്റി നിർത്തിക്കൊണ്ട് ചില ആളുകൾ കാണിക്കുന്ന വൺ മാൻ ഷോ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ജിസ്മോളിലും കുട്ടികൾ ഇവിടെ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പം 19 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ഒരു അനക്കവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായ രീതിയിൽ മാധ്യമ ശ്രദ്ധ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടെങ്കിലും ഇവരെ ആരെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥലം MLA ചാണ്ടി ഉമ്മനുണ്ട്. ചാണ്ടി ഉമ്മൻ ഏത് കാര്യത്തിലും ഞാൻ രംഗത്തുണ്ടെന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ തന്നെ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ ആളാണ് മന്ത്രി VN വാസവൻ. അതുപോലെ ജോസ് കെ മാണി അടുത്ത് നിൽപ്പുണ്ട്. മുൻ MP ഏറ്റുമാനൂർ MLA ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ് അവിടെയുണ്ട്. ഇവരാരും ഈ പരിപാടി അടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അല്ല, BJPയുടെ നേതാവാണെങ്കിൽ അദ്ദേഹം സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മുരളീധരനെയോ ആരെങ്കിലും കൊണ്ടുവന്ന് വേണ്ടല്ലോ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉണ്ടല്ലോ, BJPയുടെ മന്ത്രിയായിട്ട്. സഹമന്ത്രി കോട്ടയംകാരനല്ലേ അദ്ദേഹം. ജോർജ് കുര്യൻ ഉണ്ട്. അദ്ദേഹം പുതുപ്പള്ളി മത്സരിച്ചതും കൂടിയാണ് മുൻപ് BJP സ്ഥാനാർത്ഥിയായിട്ട്. ഇവരെ ആരെയും പരിഗണിക്കാതെ കുറച്ച് പ്രാദേശികമായ കുറച്ച് ആൾക്കാർ ഇതിന് നേതൃത്വം കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗതി എവിടം വരെ ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇതിനെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. ഇപ്പം നിങ്ങൾ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ കേരളീയൻ ചാനലിനോട് ചോദിച്ചവരാണ് ഇവര്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളീയൻ ചാനലാണ് ഈ ഒരു വസ്തുത, ഈ വിഷയം ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് ഇതുവരെ പിടിച്ചു നിർത്തിയത്. കഴിഞ്ഞ ദിവസം ജിസ്മോളും കുട്ടികളും ആത്മഹത്യ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിക്കൊണ്ട് പോലീസ് മാർച്ച് നടത്താൻ ഒരു തീരുമാനം ഉണ്ടായി. അതിന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. കേരളീയൻ ന്യൂസിനെ ആരും ഇവരെ അറിയിച്ചില്ല. നമ്മളൊക്കെ ഓരോരുത്തരും അയച്ചു തരുന്ന മെസ്സേജ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ് അറിയുന്നത്. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരാ ഒരു പ്രാദേശികമായ ഒരു പഞ്ചായത്ത് മെമ്പറും ജിസ്മോളുടെ പിതാവും വേറൊരാളും. ഇത്രയും 3 പേരുടെ ഫോട്ടോയെ ഞാൻ കണ്ടുള്ളൂ ഞങ്ങൾക്ക് അയച്ചു തന്ന ഇതിനകത്ത്. നമ്മൾ ആ ഒരു പത്രസമ്മേളനം പിടിച്ചു കൂട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റുമാനൂർ നഗരം ചുറ്റി ഒരു പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ചും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് MP ഈ മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ചാൽ മാത്രമേ മാധ്യമ ശ്രദ്ധ നേടാൻ പറ്റുകയുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങൾ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുകയുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇത് കോട്ടയം ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് ഈ കേസ് ഒതുങ്ങിപ്പോയത്? അതിൻ്റെ ഉത്തരവാദിത്വം ഈ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളിനാണ്, ഈ ആക്ഷൻ കൗൺസിലിനാണ്. ഇതിപ്പോൾ കേരളീയ ചാനലിലൂടെയാണ് ഇപ്പോൾ ഈ വിദേശത്തുള്ളവരും UK-യിലുള്ളവരും USA-യിലുള്ളവരും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതുപോലെ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വൈറലാക്കാൻ പറ്റിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം ആദ്യം ഈ മുന്നിൽ നിന്ന് നയിക്കുന്ന ശശികുമാർ പറയണം ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും FIR-ഉം എല്ലാം ഉണ്ടായിട്ട് ഇതൊക്കെ വായിച്ചു, ഇതൊക്കെ ആയിരുന്നു ഇതിനകത്തെ പോയിന്റ്സ്, ഇങ്ങനെയാണ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കൂടെ നിൽക്കുന്ന അതിനടുത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളത് പുറത്തു വിട്ടപ്പോൾ നിങ്ങളിങ്ങനെ പുറത്തു വിട്ടു, നിങ്ങൾക്കിത് ഇവിടുന്ന് കിട്ടി, ഇത് എന്ന് പറഞ്ഞ് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു, ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് പത്ര റിപ്പോർട്ട് വരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചാനലാണ്. ഞങ്ങൾക്ക് ഈ കേസിൻ്റെ പിന്നാലെ നടന്ന് കോടതി വരാന്തയിലൂടെ നടക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത് പിൻവലിച്ചു. പക്ഷേ ഇപ്പോഴും ആ 69 പേജുള്ള FIR-ഉം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മറക്കണ്ട. അത് ഞങ്ങൾ വീണ്ടും പക്ഷേ അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ വെച്ചിട്ട് ഇവർ ആത്മഹത്യയാണെന്ന് പറയുന്നു, കൊലപാതകമാണെന്ന് അതിനകത്ത് പറയുന്നു, ഇപ്പോൾ അവർ ആത്മഹത്യയാണെന്ന് പറയുന്നു. ഇവർക്ക് എന്ത് പത്രധർമ്മമെന്ന് ചോദിക്കുന്നു. അവരോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പോയിന്റുകൾ വായിച്ച് കേൾപ്പിച്ചു, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് മാത്രമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് മാത്രം സംസാരിക്കുന്ന ഒരു കക്ഷിയോട് മാത്രം സംസാരിക്കുന്ന അതല്ല ഒരു പത്രത്തിൻ്റെ ധർമ്മം. ഞങ്ങൾ ഇനിയും തയ്യാറുണ്ടെങ്കിൽ ജിമ്മിയുടെ മുന്നിൽ ഞങ്ങൾ മൈക്ക് കൊണ്ടുവെക്കും. ജിമ്മിക്ക് പറയാനുള്ള എന്താണെന്ന് ഞങ്ങൾ കേൾപ്പിക്കും. ജിമ്മിയുടെ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഞങ്ങൾ കേൾപ്പിക്കും. മിനോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഞങ്ങൾ കേൾപ്പിക്കും. എല്ലാ സൈഡും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഇവിടെ ജഡ്ജിമാരല്ല ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണെന്ന് പറയാൻ.
എന്താണോ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ചൂണ്ടക്കാരൻ്റെ മറ്റേ ആ ചേട്ടൻ്റെ ഇട്ടു, ആ ചേട്ടൻ പറയുന്ന കാര്യം അതേപോലെ ഇട്ടു. ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്ന എന്താണോ നിഗമനം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ഞങ്ങളിപ്പോൾ ഉടനെ പുറത്തു വിടും. അതിനകത്ത് കൃത്യമായി പ്രവർത്തനങ്ങൾ വേണം, കൃത്യമായി എല്ലാവരെയും പങ്കെടുപ്പിക്കണം. നീതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് മാത്രമല്ല ഇത് ഒതുങ്ങേണ്ടത്. നിങ്ങൾ എല്ലാ പാർട്ടിക്കാരെയും, CPM-കാരെയും വിളിക്കണം, കോൺഗ്രസ്സുകാരെയും വിളിക്കണം, പിന്നെ മുസ്ലിം ലീഗുകാരെയും വിളിക്കണം. കിട്ടാവുന്ന എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിന് ആക്ഷൻ കൗൺസിലിലേക്ക് മുന്നോട്ട് പോകാൻ. പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് മുഖത്ത് പോയി ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? നിങ്ങൾ ബിനോയുടെ കൂടാണോ? നിങ്ങൾ ജിമ്മിയുടെ കൂടാണോ? നിങ്ങൾ ഞങ്ങളോട് പങ്കെടുത്തേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയണം. അതിന് തൻ്റെ ഇടം വേണം. ഇത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ചാണ്ടി ഉമ്മനുമായിട്ട് ഈ വിഷയം ഞങ്ങൾ തന്നെ പോയി സംസാരിച്ചു. അതേപോലെ തന്നെ ജോയ്സിനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പുറകോട്ട് മാറി നിൽക്കേണ്ട, നിങ്ങൾ മുന്നേ വരൂ. നിങ്ങൾ തന്നെ അവരോട് മാത്രമല്ല, ആദ്മി പാർട്ടിയുടെ നേതാവായിട്ട് നിങ്ങൾ ലൂക്ക് തോമസിനോട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ പച്ചയായിട്ട് തന്നെ കൊടുത്തു. ഇവരെയൊക്കെ ഉൾപ്പെടുത്തി, ഇവരെയൊക്കെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ആണ് പോകേണ്ടത്. അത് എന്നിൽ മാത്രം ഒടുങ്ങണം, എന്നെ എതിർക്കുന്നവരെ എല്ലാം എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ചിന്ത ശരിയല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല ഞങ്ങളെ ഗ്രൂപ്പിൽ പെടുത്തണേന്ന്? ഞങ്ങളെ ഗ്രൂപ്പിൽ പെടുത്തി. എന്തുകൊണ്ടാണ് ഒരു നിമിഷം ഞങ്ങളെ ഒഴിവാക്കിയത്? അത് ഉത്തരം പറയണ്ടേ? അത് നിങ്ങൾ പറയണ്ടേ? എന്തുകൊണ്ട്? ഞങ്ങളൊരു ലിങ്ക് പോലും അതിനകത്ത് പോസ്റ്റ് ചെയ്യാറില്ല. ഞങ്ങൾ ലിങ്ക് എടുത്തത് ഞങ്ങൾ ആദ്യം ഇട്ട്, ഇപ്പം ഞങ്ങളിത് വേണ്ടി തീരുമാനിച്ചു, വേണ്ട ഞങ്ങൾ എടുത്തില്ല. അവർക്ക് ഇഷ്ടമുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്, അല്ലാതെ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് പോസ്റ്റുകൾ ഇടാറില്ല. അങ്ങനെ പോലും ഞങ്ങൾ ഈ കാര്യങ്ങളിൽ, അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും കയറി അഭിപ്രായങ്ങൾ പറയാറില്ല. പിന്നെ ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് മാത്രം കഥയില്ല, നിങ്ങൾ ആക്ഷനിലേക്ക് കിടക്കണം, നിങ്ങൾ കോട്ടയത്തോ ഏറ്റുമാനൂരോ പോയി ഒരു മാർച്ച് നടത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞു. ഏതായാലും 2 ദിവസം കൊണ്ട് ആ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെയുള്ള ഡയറക്ഷൻസ് ഞങ്ങളെക്കൊണ്ട് കഴിവതും, ആരും അങ്ങനെ ഒരു ഡയറക്ഷൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രം തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞങ്ങളെ ഒന്നും ഇതിനകത്ത് കരുവാരി തേക്കാനായിട്ട് ഇടവരുത്തണ്ട. പക്ഷേ ഇത് കേരളത്തിലെ, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ടതാണ്. അതെങ്ങനെ പെടുത്തണമെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അതനുസരിച്ചായിരുന്നു പ്രവർത്തിക്കേണ്ടത്. അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് സോണി പറഞ്ഞു വെച്ചത്. അതെ, ഈ കഴിഞ്ഞ ദിവസം തന്നെ എത്രയോ പാവപ്പെട്ട ആൾക്കാരാണ്, സാധാരണക്കാരും തൊഴിലും കളഞ്ഞിട്ട് നീർക്കാടെന്നും മുത്തോലി എന്നൊക്കെ ആൾക്കാർ ഏറ്റുമാനൂർ ടൗണിൽ ഇറങ്ങി വലിയ പരിപാടിയാണ് നടന്നത്. പക്ഷേ അത്രമാത്രം ഒരു മാധ്യമ ശ്രദ്ധ നേടിയോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ല, അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജനങ്ങൾ അറിയുന്ന ഒരാളിനെ വേണമായിരുന്നു. അതെ, ചാണ്ടി ഉമ്മൻ MLA യോ അല്ലെങ്കിൽ തിരുവഞ്ചൂരാകൃഷ്ണനോ സുരേഷ് കുറുപ്പ് MP യോ VN വാസവനോ അല്ലെങ്കിൽ ജോർജ് കുര്യനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ എന്തെങ്കിലും ആയിക്കോട്ടെ, ലോകം അറിയുന്ന ഒരു നേതാവിനെ വെച്ചത് ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ഇത് മറ്റൊരു ലെവലിലേക്കായി മാറുമായിരുന്നു. ആ ലെവൽ, ആ രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. കോൺഗ്രസിന്റെ ഒരാള് പങ്കെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഇറിറ്റേഷൻ? എന്താണ് കോൺഗ്രസിന്റെ ഒരു നേതാവ്, കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഈർച്ച വരുന്നത്? നിങ്ങൾക്ക് ലക്ഷ്യം ഇലക്ഷൻ മാത്രമാണ്, ആ കുടുംബത്തിന്റെ കണ്ണുനീരല്ല. നിങ്ങൾ ധീരഘോരം പ്രസംഗിക്കും, ഭയങ്കര പ്രസംഗമാണ്, ഞങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ട്. ആ പ്രസംഗം ഞങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. നിങ്ങൾ കണ്ണുനീരൊക്കെ ഒഴുകും, ഇതൊക്കെ ചെയ്യും നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ മനസാക്ഷി വളരെ മോശമാണ്. നിങ്ങളുടെ കൂടെ ഒരു ചാനൽ, നിങ്ങളുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നു, ഓരോ ദിവസത്തെ സംഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതെല്ലാം ഇട്ടുകൊണ്ടൊരു ചാനൽ കൂടെ നിൽക്കുമ്പോൾ ആ ചാനലിനെ പങ്കെടുപ്പിക്കാതെ നിങ്ങളൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ മിടുക്കനായി. ഞങ്ങൾക്ക് നിങ്ങളോട് മാത്രമല്ല, ഞങ്ങൾക്ക് ചുറ്റുപാടും ആൾക്കാരുണ്ട്. ഞങ്ങളെ കൂട്ടിക്കെട്ടിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിളിക്കുന്ന കോളുകൾക്ക് കയ്യും കണക്കുമില്ല. അതുപോലെ കോളുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുക, ഇന്നലെയും വരികയാണ്. ആരും ഞങ്ങളോട് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ഇടാൻ പാടില്ലെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറയുന്നു, ഇനിയും ആരെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ, ആത്മഹത്യയാണെന്ന് പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കും, കൊലപാതകമാണെന്ന് പറയുന്നവരുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വെക്കും. ഇത് പോലീസിലും അവരുടെ ഒക്കെ എത്തി അവരുടെ ചെവികളിൽ തുറന്ന് ഇങ്ങനൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോലീസിനെ കൊണ്ട്, നിങ്ങൾ എന്നും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമല്ലോ, ഒരു പോലീസിനെ കൊണ്ട് ഒരു പത്രസമ്മേളനം, അതിൻ്റെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എന്താണ് എന്ന് പത്രക്കാരെ അറിയിക്കാനുള്ള ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് ചെലുത്താൻ കഴിയത്ത, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാൻ പോകുന്നത്? ഇനി അങ്ങനെ ഒരു സ്റ്റാറ്റസ്, ഇതുവരെ ഞങ്ങളുടെ കേസ് അന്വേഷണം ഇങ്ങനെയായിരുന്നു, അതിനകത്തൊന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇതാണ്, ഞങ്ങൾക്ക് കിട്ടിയ വീഡിയോ കോൾ ഇതാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഇതാണ് എന്ന് പറഞ്ഞിട്ട്
പോലീസിനെ കൊണ്ട് പോലീസിൻ്റെ കോടതിക്ക് വിരുദ്ധമായ ഒന്നും വേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങൾ കൊടുക്കാമല്ലോ, പത്രങ്ങൾ വെണ്ടയ്ക്കാക്ഷരത്തിൽ മുന്നിൽ എഴുതുമായിരുന്നല്ലോ, ഇതെല്ലാം ചൂടും ചൂരും കളഞ്ഞ് നിങ്ങളിതിനെ നീട്ടി കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസം കഴിഞ്ഞ് ആൾക്കാർക്ക് ഇതിനകത്തുള്ള താല്പര്യം കുറഞ്ഞ് ഇതെങ്ങനെയും നശിച്ചു പോട്ടെന്ന് പറഞ്ഞ് ആൾക്കാർ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകണം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ സാധാരണക്കാരന് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൽ നമുക്ക് ഒത്തിരി സ്നേഹിതരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളെ കേരള ചാനലിനെ സ്നേഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് ഞങ്ങൾ പറയുകയാണ്, എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പം ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വിട്ടെന്ന് പറയുന്നത് പോലും ആ കുടുംബത്തെ ഓർത്താ, ജിസ്മോയുടെ കുടുംബത്തെ, ജിസ്മോയുടെ ഫാദറിനെയും ജിത്തുവിനെയും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ്. അവരെയൊക്കെ സ്നേഹിക്കുന്നവർ പറഞ്ഞ അഭിപ്രായം വെച്ചാണ് ഞങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വിട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും അക്ഷന്തികമായ തെറ്റെന്ന് പറഞ്ഞ് ശശികുമാർ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ പുറകിൽ കാണിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിരുന്നില്ല എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലാണ്. അതായത് ജിസ്മോളുടെ മകൾ നോറയുടേത്, അതേ നേഹയുടേത്, ഇതെല്ലാം വേറെയാണ് വരുന്നത്. ഞങ്ങളിതിനെ മരണത്തിനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നിടത്ത് ഈ 3 കാരണങ്ങളും ഒരിടത്ത് ചേർത്ത് അങ്ങനെ അതിനെ ക്ലബ് ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ എത്തിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഹോംവർക്ക് ചെയ്തു, അത് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതാണ് ഞങ്ങൾ ചെയ്ത അക്ഷന്തികമായ തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. ഏതായാലും കേസുകൾ കാര്യങ്ങൾ നടക്കട്ടെ. ഏതായാലും ജിസ്മോൾക്ക് നീതി കിട്ടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ജനങ്ങളെ മനസ്സിലാക്കുക. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലീസിനെ കൊണ്ട് നിങ്ങൾ പത്രക്കാരുടെ മുന്നേ പറയിക്കുക. ഈ കരഞ്ഞുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞാനൊരു പിതാവാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഒരു മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ക്യാമറ കൊണ്ടില്ല മടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അന്നേരം ഞങ്ങൾ ഒഴിവാക്കി. നമ്മൾ അവരെ പിടിച്ച് ബലമായി നിർത്തി അവരോട് സംസാരിച്ച് അവരുടെ കണ്ണുനീര് കൊണ്ടൊന്ന് കാണിക്കാനല്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ ആഗ്രഹം. അതിനകത്ത് അവർക്ക് അദ്ദേഹത്തിന് നീതി നേടിക്കൊടുക്കണം. അദ്ദേഹം നിങ്ങളെ മാത്രം വിശ്വസിച്ച് നിൽക്കുകയാണ്. അല്ലാതെ അതുകൊണ്ട് നിങ്ങളത് വളരെ കൃത്യമായി നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഒരാഴ്ചക്കകത്ത് ഇതുവരെയുള്ള സ്റ്റാറ്റസ് പോലീസിനെ കൊണ്ട് പത്രക്കാരുടെ മുന്നിൽ വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പദവി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ രാജിവെച്ച് പോവുക. വേറെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട്, അവരൊക്കെ വന്നോളും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ സംഭവം കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ദുഷ്ടലാക്കുണ്ട്. നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനെ മുന്നേ കണ്ടുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കേരള ചാനലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല, മതമില്ല, മറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ജിസ്മോൾക്കും കുട്ടികൾക്ക് നീതി ലഭിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ നേരെ ഇതുമായിട്ട് സംസാരിക്കാൻ വന്ന ആൾക്കാരെ എല്ലാം പിടിച്ചു വലിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. ഇതൊക്കെ ഞങ്ങൾ കണ്ടവരാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഈ ഒരു വിഷയം ഈ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഏത് ചാനലാണ്? ഈ ചാനലിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. നാളെ ഇത് ആരൊക്കെ ഇതിനകത്ത് സഹകരിക്കാൻ വന്നാലും, ഏതൊക്കെ നേതാക്കന്മാർ വന്നാലും, CPM-ന്റെ വന്നാലും, BJP-യുടെ വന്നാലും, കോൺഗ്രസിന്റെ വന്നാലും ഒക്കെ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇനി ഞങ്ങൾ നടത്തുക. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ആര് പറഞ്ഞാലും അത് ഞങ്ങൾ പച്ചയായ രീതിയിൽ ഒന്നും മറക്കാതെ ഞങ്ങൾ ചാനലിലൂടെ പുറത്തു വിടുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഇനിയത്തെ ഒരു നീക്കുപോക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് മാത്രമാണ് കേരളത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന് യൂട്യൂബിൻ്റെ ചാനലുമായിട്ട് നടന്ന ഒരു ആൾക്കാരല്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ വാർത്തകളും പുറമോട്ട് നോക്കി അറിയാം. ഞങ്ങൾ ഓരോ കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ആണ് ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഞങ്ങൾക്ക് 1,00,000-അടുത്തുള്ള ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജുണ്ട്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ അത് ദിവസം 5,000-4,500 ആൾക്കാർ കാണുന്ന വെബ് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞങ്ങൾ ഇതെല്ലാം ഉള്ള ആൾക്കാരല്ല. ഞങ്ങളൊരു യൂട്യൂബിനകത്തേക്ക് ഈ സാധനം പറക്കിയിട്ട് മൊബൈലും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളെ അങ്ങനെ കരുതുകയും ചെയ്യരുത്. ഇത് വാർത്തയ്ക്കകത്ത് സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വാർത്തയാണ്. സോണി കല്ലറയ്ക്കൽ എഴുതുന്ന വാർത്തകളാണ് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത്. അതേപോലെ ഉള്ള ഒരാളാണ് അദ്ദേഹം. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഒരു പൊസിഷനിൽ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വലിയൊരു പൊസിഷൻ, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്തതിന് മേളിലൊരു പൊസിഷനിൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പണം ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. ഞങ്ങളൊരു പ്രസ്ഥാനം വളർത്തുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ നല്ല രീതിയിലുള്ള പോക്ക് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ വലിയ വലിയ സിനിമകളുടെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു പത്മകുമാർ സാറ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പല സിനിമകളുടെയും ഇപ്പം എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിനെല്ലാം അസോസിയേറ്റ് പല സിനിമാക്കാരുമായിട്ടും സിനിമാ നടന്മാരും ഒക്കെ ആയിട്ട് അടുത്ത് പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ ചാനൽ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് പത്മകുമാർ സാറ്. അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു വ്യൂ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ രീതിയിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്ന താളത്തിനൊത്ത് തുള്ളാനല്ല ഞങ്ങൾ ചാനലിൽ കൂടെ നടക്കുന്നതെന്ന് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ആർക്കെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ മൊബൈലിൽ വിളിക്കുക, തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ഇത് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയം ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. എന്നാലേ ഞങ്ങളുടെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ പറ്റൂ. അതുകൊണ്ട് ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം, ആക്ഷൻ കൗൺസിലിനോടൊപ്പം, അതേപോലെ തന്നെ ആ പിതാവിനോടും ആ പിതാവിൻ്റെ ആ ജിസ്മോളുടെ സഹോദരനോടും സഹോദരിയോടും ഒക്കെ ഒപ്പം ഞങ്ങളുണ്ടാകും. ആക്ഷൻ കൗൺസിലിൻ്റെ നെറികെട്ട പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുമാത്രമാണ് പറയും. മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.